നമസ്കാരം. നിതീഷ് കുമാർ ഏത് സമയവും NDAയിലേക്ക് ചാടും എന്ന പ്രചാരണം ശക്തമാണ്. ഈ പ്രചാരണം ശക്തമായിട്ടും നിതീഷോ JDUവോ ഇതുവരെ അത് നിഷേധിക്കുന്നുമില്ല. ഇന്ന് രാജ്ഭവനിൽ നടന്ന ഒരു ചടങ്ങിൽ, റിപ്പബ്ലിക് ദിന ചടങ്ങിൽ നിതീഷ് പങ്കെടുത്തുവെങ്കിലും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് എത്തിയുമില്ല. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ എത്താത്തവരോട് ചോദിക്കൂ എന്നായിരുന്നു നിതീഷ് കുമാറിന്റെ മറുപടി. ആടിക്കളിക്കുന്ന നിതീഷിനെ വിശ്വസിച്ച് ഇന്ത്യ മുന്നണി എങ്ങനെ മുന്നോട്ട് പോകും? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ്, BJP വക്താവ് BG വിഷ്ണു, CPM വക്താവ് A സമ്പത്ത്, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ. ആദ്യം സമ്പത്തിലേക്ക്. സമ്പത്ത്, നിതീഷാണ് ഈ ഇന്ത്യ മുന്നണിക്ക് തുടക്കം കുറിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പട്ന യോഗം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് നടന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ അദ്ദേഹം ഇല്ല. ഈ മുന്നണി എങ്ങനെ മുന്നോട്ട് പോകും? നോക്കൂ, ഇന്ത്യ മുന്നണിയെ CPIM കാണുന്നത് ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് CPIM ഇതിൻ്റെ ആരംഭത്തിൽ തന്നെയുള്ള, താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള പാറ്റ്ന യോഗത്തിലും ബംഗളൂരു യോഗത്തിലും മുംബൈ യോഗത്തിലും എല്ലാം CPIMൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി. അപ്പോഴും ഇതിൻ്റെ ഏകോപന സമിതി, അതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയും മറ്റു പല സബ് കമ്മിറ്റികളുമൊക്കെ രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചപ്പോഴും CPIM ആ കമ്മിറ്റികളിലൊന്നും തന്നെ ചേരുന്നില്ല എന്ന നിലപാടെടുത്തത്. അപ്പോൾ ഇത് പ്ലാറ്റ്ഫോം എന്നുള്ളത് ഞാൻ പറയാൻ കാരണം, ഇതൊരു മുന്നണി എന്നുള്ളതിനപ്പുറമായി ഇപ്പോൾ അധികാരത്തിലുള്ള യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവരെ പരാജയപ്പെടുത്തണം, അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത്, ആ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളും ജനദ്രോഹ നടപടികളും അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തണമെന്നത്. ഇപ്പോൾ ശ്രീ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിടുമോ, അദ്ദേഹം NDAയിൽ ചേരുമോ ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ഇന്ത്യ മുന്നണി വിട്ടാൽ ഇനി ഇന്ത്യ മുന്നണിയിൽ ചേരാം, ഇനി അതല്ലാതെ ചേരാതിരിക്കാം, അതെല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഞാനിതിലൊരു കാര്യം നമ്മുടെ ഈ ചർച്ചയിൽ മറ്റൊന്നുമല്ല, വളരെ സ്നേഹപൂർവ്വം തന്നെ ഒരു കാര്യം ഞാൻ ഈ കാര്യത്തിൽ ചോദിച്ചോട്ടെ. ബീഹാറിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം വെച്ച്, അതല്ലെങ്കിൽ ജനങ്ങളിലുള്ള സ്വാധീനം വെച്ചായാലും അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി ഏതാ? അത് RJD ആണ്. 79 അംഗങ്ങളുള്ള RJD അല്ല മുഖ്യമന്ത്രി, അതിൻ്റെ നേതാവല്ല മുഖ്യമന്ത്രി. 45 അംഗങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഇപ്പോൾ ഇനി മുഖ്യമന്ത്രിയായി തുടർന്നാൽ മതി എന്നുള്ള നിലയിലേക്ക് തീരുമാനിക്കുന്നു. നേരത്തെ അദ്ദേഹം ആരോടൊപ്പം ആയിരുന്നു എന്നുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളതും അതിനുശേഷം ഉണ്ടായിട്ടുള്ള പോസ്റ്റ് പോൾ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള മറ്റു ചില വിഷയങ്ങളുമെല്ലാം ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു അവിടുത്തെ ഒരു മുന്നണി ഗവൺമെൻറ് സംവിധാനം. 122 ഭൂരിപക്ഷത്തിന് വേണ്ടതായ ഒരു മാർക്ക് എന്നുള്ളത് മുന്നണി സംവിധാനം പോലെയാണ്, 2 തന്നെയാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിതീഷ് കുമാറിനെ BJP NDAയിലേക്ക് എടുക്കുന്നു എങ്കിൽ അത് നൽകുന്നതായ ചില സൂചനകളുണ്ട്. ഞാൻ 1 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞോട്ടെ ഏജൻസി. ആ സൂചന എന്താണെന്നറിയോ? BJPക്ക് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാനായി കഴിയില്ല എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ സൂചന. തങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെ വിജയിച്ചു എന്ന് പറയുമ്പോഴും 28 സംസ്ഥാനങ്ങളിൽ, നിലവിൽ 12 സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്കോ മുന്നണിയായോ അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇതെല്ലാം പറയുമ്പോഴും ഒറ്റയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി കഴിയില്ല എന്ന് മാത്രമല്ല, നേരത്തെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന പല രാഷ്ട്രീയ കക്ഷികളും അവരുമായി ബന്ധം വിച്ഛേദിച്ചു പോവുകയുണ്ടായി. ഇന്ത്യ ഗവൺമെൻറ്റിൽ പങ്കാളിയായിരിക്കുന്ന വേളയിൽ, യൂണിയൻ ഗവൺമെൻറ്റിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി അങ്ങനെ ക്യാബിനറ്റ് മന്ത്രിമാരടക്കം ഉണ്ടായിരിക്കുന്ന വേളയിൽ അകാലിദളുമായിട്ടുണ്ടായ പിണക്കവും അന്നത്തെ ശിവസേനയുമായിട്ടുണ്ടായ പിണക്കവും എല്ലാം പ്രസക്തമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും പ്രവചിക്കാനൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ഇപ്പോൾ NDA മുന്നണിയിലുള്ള, അതിലെ BJP ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളും ഇനി ഇന്ത്യ മുന്നണി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള കക്ഷികളും, ഇത് രണ്ടിനും ചേരാതെ നിൽക്കുന്നവരും പല കാലങ്ങളിൽ പലപ്പോഴായി ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നണിയായോ സഖ്യമല്ലാതെ ധാരണയായോ നീക്കുപോക്കുകളായോ ഒക്കെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഒന്നും അസാധ്യമായ ഒരു കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറയാനുള്ളത്, BJP ഇതര വോട്ടുകൾ അത് കഴിയുന്നിടത്തോളം ഭിന്നിച്ചു പോകാതെയും BJPയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചുകൊണ്ടും രാജ്യത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്നതിന് വേണ്ടിയുമുള്ള പോരാട്ടങ്ങൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നത് രാഷ്ട്രീയ അവസരമാണ്. ആ രാഷ്ട്രീയം നമ്മൾ ജനങ്ങളോട് പറയുന്നത്, ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് രാഷ്ട്രീയ മാവിധത്തിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം നടക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രചരണം ഒരു തെരഞ്ഞെടുപ്പ് വേളയിലാണ് എന്നുള്ളത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ
ഇന്ന് നിലവിലുള്ള യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ള ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നതാണ് ഏറ്റവും പ്രധാനവും പ്രസക്തവുമായ ലക്ഷ്യം CPIM-നെ സംബന്ധിച്ചുള്ളത്. ശരി, ശ്രീ BG വിഷ്ണു, നിതീഷ് കുമാർ ദീർഘകാലം നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന ഒരാളാണ്. ഇടയ്ക്ക് അദ്ദേഹം പല കാരണങ്ങൾ നിലപാട് പറഞ്ഞതിനെ പോകും. ഒരിക്കൽ 2013 അദ്ദേഹം NDA സഖ്യം വിട്ടത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി എന്ന് ആരോപിച്ചായിരുന്നു. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത് GST നടപ്പാക്കാൻ പോകുമ്പോഴാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. പിന്നീട് CAA വിഷയം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം വീണ്ടും പുറത്തിറങ്ങുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ മാറി കളിക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ നിതീഷ് കുമാറിനെതിരെ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവാറുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് അദ്ദേഹം NDAയിലേക്ക് വരും എന്നൊരു പ്രചാരണം ശക്തമാണ്. BJPയുടെ ബീഹാർ ഘടകം അത് ശരിവയ്ക്കുന്നുണ്ട്, വരാൻ സാധ്യതയുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഒരു സഖ്യകക്ഷി വേണം എന്ന NDAയുടെ തോന്നലിൽ നിന്നാണോ, ഇവിടെ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ കൂടെ ആരുമില്ല എന്ന തോന്നലിൽ നിന്നാണോ നിതീഷ് നടത്തിയെടുക്കുന്നത്? അജിംസെ, 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതിനെ തുടർന്ന് NDA വിട്ട കക്ഷിയാണ് നിതീഷ് കുമാറിൻ്റേത്. നിതീഷ് കുമാറിന് അന്ന് കിട്ടിയ സംഖ്യ എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി അന്ന് 2 സീറ്റിൽ ജയിച്ചു, ജനതാദളിന് 2 സീറ്റ് കിട്ടി. അങ്ങനെ ആകെ ബീഹാർ രാഷ്ട്രീയത്തിൽ 2 സീറ്റിലേക്ക് അന്ന് ഒതുക്കപ്പെട്ടു പോയ രാഷ്ട്രീയ പാർട്ടിയാണ് ജനതാദൾ എന്നുള്ളത്. പക്ഷേ ജനതാദളുമായി ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഞങ്ങളോടും പരസ്പരമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും നല്ല രീതിയിൽ ഒരുമിച്ച് പോകുന്ന അഴിമതി വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിരുന്നു ജനതാദളും BJPയും ചേരുന്ന NDA. ഒരു അഴിമതി ആരോപണവും BJP നിതീഷ് കുമാർ സർക്കാരിനോടൊപ്പം ഉന്നയിക്കാൻ ഒരാൾക്കും നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ചില രാഷ്ട്രീയമാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പലപ്പോഴും നിതീഷ് കുമാർ മുന്നണി വിട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങ് പ്രതിപക്ഷത്ത് നോക്കൂ, RJD ആണ് ഒരു വശത്ത്. RJD എന്ന രാഷ്ട്രീയ പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. ജംഗിൾ രാജ്, ബീഹാറിൽ ജംഗിൾ രാജ് നടപ്പിലാക്കി ജനജീവിതം ദുസ്സഹമാക്കി, അഴിമതിക്കാരുടെയും കള്ളന്മാരുടെയും കൊലപാതകങ്ങളുടെയും ഇടയിലേക്ക് ജനജീവിതം ദുസ്സഹ്യമാകിയ ഒരു നാളുകളിലാണ് BJPയും നിതീഷ് കുമാറും ചേർന്ന് ബീഹാറിൻ്റെ ചരിത്രത്തിൽ പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരുന്നത്. ആ RJDക്ക് ഇന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ആ പാർട്ടി ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്, അഴിമതിക്കാരുടെ പാർട്ടിയാണ്, കള്ളന്മാരുടെ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ശക്തി ബീഹാറിലുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. അവർ മോശപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നല്ല. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് നിന്നപ്പോഴും RJDക്ക് വലിയ സംഭാവനയൊന്നും ചെയ്യാൻ ആ മുന്നണിക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ മഹാഗഡ്ബന്ധനായി മത്സരിച്ചു. നിതീഷ് കുമാർ ഞങ്ങളോടൊപ്പം തിരികെ വന്നു. ഞങ്ങൾക്ക് 53% വോട്ട് NDAക്ക് ലഭിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടി. രാഷ്ട്രീയത്തിലെ പല സാധ്യതകളും ഞങ്ങൾ പരിശോധിക്കും. അതിൽ നിതീഷ് കുമാർ ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറായാൽ, ഞങ്ങളോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കാൻ ആര് തയ്യാറായാലും ഒരാളോടും ഞങ്ങൾ ഐത്തം പ്രഖ്യാപിക്കില്ല. എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. പിന്നെ ഘടകകക്ഷി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് 303 സീറ്റ് നിലവിലുണ്ട്. പരമാവധി ഘടകകക്ഷികളെ ഞങ്ങൾ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നു. അത് ഞങ്ങളുടെ മുന്നണിയുടെ നയമാണ്. അല്ലാതെ ഞങ്ങൾ ആരെയും ഭയന്നിട്ടോ വിറച്ചിട്ടോ ഒന്നുമില്ല. ഞങ്ങൾ INDA മുന്നണിയിൽ, ഇന്ത്യ സഖ്യത്തിൽ ആരെ കണ്ടാണ് ഞങ്ങൾ ഭയപ്പെടേണ്ടത്? നിശ്ചയദാർഢ്യമോ അജണ്ടയോ ആശയമോ നേതൃപാഠമോ കൃത്യമായി പറയാൻ പോലും ഒരു നേതാവില്ലാത്ത INDA ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞങ്ങൾ ഇതിനെല്ലാം കൃത്യമായി ഞങ്ങൾക്ക് മറുപടിയുണ്ട്, നിലപാടുണ്ട്, ആശയ വ്യക്തതയുണ്ട്. നിതീഷ് കുമാർ NDAയുടെ ഭാഗമായിരിക്കുമ്പോൾ അത് അഴിമതി വിരുദ്ധമായ ഒരു സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. പക്ഷേ അവർ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം NDA വിട്ട് ഈ മഹാഗഡ്ബന്ധൻ്റെ ഒപ്പം ചേരുമ്പോൾ അദ്ദേഹം അഴിമതി ചെയ്യുന്നു. അതിനർത്ഥം എന്താണ്? കാരണം ഈ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് അമിത്ഷാ ബീഹാറിൽ പ്രസംഗിക്കുന്നത് 20 ലക്ഷം കോടിയുടെ അഴിമതി നിതീഷ് കുമാർ നടത്തിയെന്ന്. അപ്പോൾ അദ്ദേഹം NDA വിടുമ്പോൾ അഴിമതിക്കാരനാവുകയും NDAയോടൊപ്പം ചേരുമ്പോൾ അഴിമതിക്കാരനല്ലാതാവുകയും ചെയ്യുന്ന മാജിക് എന്താണ്? അല്ല, മാജിക്കുകളൊന്നും തന്നെയില്ല. ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ വരുന്നവരുടെ എല്ലാം പരമാവധി അവരെ കൊണ്ടുവന്ന് സഹകരിക്കാനുള്ള അഴിമതിയില്ലാത്ത ഭരണമാണ് BJP JDU സഖ്യം എന്നായിരുന്നു അങ്ങ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ആ ഗഡ്ബന്ധനൊപ്പം പോകുമ്പോൾ അഴിമതിക്കാരനാവുകയും NDAയോടൊപ്പം നിൽക്കുമ്പോൾ അഴിമതി ഇല്ലാത്തവനാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്?
അല്ല, BJP JDU ഭരണകാലഘട്ടത്തിൽ യാതൊരുവിധ അഴിമതിയും ആ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷത്തിന് പോലും ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഒരു സഖ്യമായിരുന്നു. ഇനി ജനതാദൾ ഇല്ലെങ്കിൽ പോലും BJPയെ സ്വീകരിക്കാൻ ബീഹാർ ജനത സജ്ജരാണ്. അപ്പോൾ അവർ ഞങ്ങളോടൊപ്പം വരുമ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാര്യം ഞങ്ങൾക്ക് കൂടുതൽ ശക്തമായി അല്ലെങ്കിൽ കൂടുതൽ ജനകീയമായി ഞങ്ങളുടെ ക്ലീൻ സ്വൈപ്പിന് അത് കരുത്ത് പകരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. 11,412 കോടി രൂപയുടെ അഴിമതി കേസ് ഉണ്ടായിട്ടുണ്ട് 2010 നിതീഷ് കുമാറിനെതിരെ. അത് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് നിതീഷ് കുമാറിനെതിരെയും സുശീൽ കുമാർ മോദിക്കെതിരെയും അഴിമതി ഇല്ല, ഒരു അഴിമതിയും ഉണ്ടായിട്ടില്ല എന്ന് പറയരുത്. വിഷ്ണു കേൾക്കുന്നു. ഹലോ. ഓക്കെ, ഞാൻ വിഷ്ണുവിലേക്ക് വരാം. ഷമ മുഹമ്മദ്, ഈ നിതീഷ് കുമാറാണ് ഈ ഇന്ത്യ മുന്നണിയുടെ തലതൊട്ടപ്പൻ. കാരണം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് പട്ന യോഗം നടന്നത്. അദ്ദേഹം തന്നെ പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യവും കെട്ടുറപ്പും എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ പറയാന്ന് നിതീഷ് കുമാർ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു MLA പറഞ്ഞിരിക്കുക, ഇതെല്ലാം ഹിയേഴ്സിയാണ്, ഒന്നും നടന്നുകൊണ്ടിരിക്കില്ല. വെറുതെ നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? പോയി കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ പോകുന്ന മുമ്പേ എന്തിനാ ചർച്ച ചെയ്യുന്നത്? അവര് പറയാ ഞങ്ങൾ ശക്തമായിട്ട് ഈ ഇന്ത്യ മുന്നണിയുടെ ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് അതിന്റെ മേലെ ഞാൻ ചർച്ച ചെയ്യില്ല. ഒരു ഹിയർസേ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ കേട്ടിട്ട് നമ്മൾ അതിന്റെ മേലെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം BJPയുടെ പ്രതിനിധി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഫാമിലിയുടെ ഒക്കെ ഉള്ള പാർട്ടി, അഴിമതിയിൽ മുങ്ങിയ പാർട്ടി, അങ്ങനത്തെ അവരൊക്കെ ഒന്നും മുന്നണി ചെയ്യില്ല. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു കാര്യം ചോദിക്കണ്ട, എന്താണ് യെദ്യൂരപ്പ? എന്താണ് ഇപ്പൊ അവിടെ നടക്കുന്ന കർണാടകയിൽ? ആരാണ് കർണാടകയിലെ BJPയുടെ പ്രസിഡന്റ്? യെദ്യൂരപ്പയുടെ മകൻ. അത് എന്തുകൊണ്ടാ? അപ്പൊ അതിൽ നിങ്ങൾക്ക് ഫാമിലി രാഷ്ട്രമില്ല. 2011 BJP ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് ആരും ഇതുവരെ കൺവിക്റ്റഡ് ആയിട്ടില്ല. ജയിലിൽ പോയ ഒരാളാണ് യെദ്യൂരപ്പ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ജയിലിൽ പോയി, അത് ലോകായുക്ത പറഞ്ഞു ഇദ്ദേഹം അഴിമതി ചെയ്തിരിക്കുക, ലാൻഡ് ഇതിലെ ഡീലിങ്സിൽ അദ്ദേഹം ജയിലിൽ പോയി. കൺവിക്റ്റഡ് എന്ന് പറഞ്ഞാൽ ശിക്ഷ കിട്ടിയ ഒരു വ്യക്തി, ഒരു നേതാവ്. പലവർ ജയിലിൽ പോവും, ബെയിൽ കിട്ടും, പക്ഷെ അവർക്ക് കൺവിക്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാ പറയാം അഴിമതി ഇല്ല എന്ന് അവിടെ? അപ്പൊ നിങ്ങൾക്ക് ജയിക്കേണ്ട സ്ഥലത്ത് അഴിമതി ഇല്ല, നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് അഴിമതി ഇല്ല, വേണ്ടാത്ത സ്ഥലത്ത് അഴിമതി ഉണ്ട്. അപ്പൊ അതന്നെ ഞാൻ ഇപ്പൊ നിഷേധിക്കാൻ പോവാം. അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അവരെല്ലാം ചെയ്ത് അവിടെ ജഗദീഷ് ഷെട്ടർ തിരിച്ചു വരുന്നു. സോ അവർക്ക് നമുക്ക് ഇതിന്ന് കൃത്യമായി നിങ്ങൾ PDPന്റെ ഒക്കെ എങ്ങനെ മുന്നണിയാക്കി ജമ്മു ആൻഡ് കാശ്മീരിൽ, അതിനെപ്പറ്റി മറുപടി പറയൂ. നിങ്ങൾ അവരും തമ്മിൽ എന്താന്ന് ഒരു കോമൺ ഫാക്ടർ? വെറും അധികാരം. നിങ്ങൾ അധികാരത്തിന് വേണ്ടി BJP ആരൊക്കെ, ഞാനൊരു വേറെ ഉദാഹരണം, JJP എന്ന് പറഞ്ഞിട്ട് ദുഷ്യന്ത് സിംഗിന്റെ പാർട്ടിയുടെ ഹരിയാനയിൽ അദ്ദേഹം എങ്ങനെയാ പ്രശ്നം ചെയ്തത്? മോദി കള്ളനാന്ന്, മോദി ചെയ്തതെല്ലാം തെറ്റാന്ന്, മോദിനെ പറ്റി കുറെ തെറി പറഞ്ഞു. പിന്നെ അതിന്റെ ശേഷം റിസൾട്ട് വന്നതിന്റെ ശേഷം അവർക്ക് മുന്നണി ആക്കണം, അല്ലെങ്കിൽ അവര് ഫോം ചെയ്യാൻ പറ്റില്ല സർക്കാർ. അപ്പം അതിന്റെ ഒക്കെ അവര് കൂടി. അപ്പൊ നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും എന്ത് ചെയ്താലും നിങ്ങൾക്ക് അധികാരം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ്. അപ്പൊ നിങ്ങൾക്കൊരു പ്രത്യയശാസ്ത്രം ഇല്ല. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ മേഘാലയയില് നിങ്ങൾ അധ്യക്ഷൻ പറയൂല ബീഫ് കഴിക്കാൻ പറ്റും. ഗോവയിലെ CM പറയാ അയ്യോ എനിക്ക് സങ്കടമുണ്ട്, 5 ദിവസമായി നിങ്ങൾക്ക് ബീഫ് ഇല്ലാത്ത, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഹരിയാനയിൽ നിങ്ങൾ നാസറും ജുനൈദിനെയും കൊല്ലും. എനിക്കതാ മനസ്സിലാത്തത്. നിങ്ങൾ പ്രത്യാശാസ്ത്രം എന്താണ്? നിങ്ങൾ ഒരു ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യാശ. അന്ന് എന്താ രാഹുൽജി പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾ ഏത് വേഷം ഇടുന്നോ, നിങ്ങളെ മതം എന്താ, നിങ്ങൾ എന്താ ഭക്ഷണം കഴിക്കുന്നത്, അതെനിക്ക് പ്രശ്നമില്ല. നമ്മൾക്ക് അത് ഓരോ ആള് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒരു യൂണിഫോം സിവിൽ കോഡ്, ഒരു 1 നേഷൻ 1 ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു മതം, ഒരു ഭാഷ, ഹിന്ദി, എല്ലാവരും ഹിന്ദി സംസാരിക്കണം, മലയാളം വേറൊന്നും പറ്റില്ല. എല്ലാം ഇപ്പൊ നമ്മളെ ക്രിമിനൽ ലോസ് വന്നിരിക്കുന്ന ഹിന്ദിയിൽ. അപ്പം തമിഴ്നാട്ടിലെ ജഡ്ജ് എന്താ പറഞ്ഞ, എനിക്കിത് മനസ്സിലാകുന്നില്ല, എനിക്കിത് പറയാൻ പറ്റുന്നില്ല ഈ ഹിന്ദി വാക്കുകൾ. അപ്പൊ ഇംഗ്ലീഷ് എന്തുകൊണ്ടില്ല? അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഒരു പ്രത്യയശാസ്ത്രം. നമ്മളത് പറയുന്നത് ഇതൊരു ജനാധിപത്യമാണ്. ഇന്ത്യ ഇസ് എ സോഷ്യലിസ്റ്റ് സോവറിൻ സെക്യുലർ റിപ്പബ്ലിക്. അതാണ് നമ്മൾ ഇന്ന് 26 അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യം. അത് നിങ്ങൾ മാറ്റാൻ നോക്കുന്നത്, അത് ഞങ്ങൾ വിടില്ല. അപ്പൊ നിങ്ങൾ ഈ നിതീഷ് കുമാറിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ നിതീഷ് കുമാർ ഇന്ന് പോയ പോലെ ഇവിടെ സംസാരം നടക്കുന്നത് ഭയങ്കര. അപ്പൊ ഇതാണ് പറയുന്നത്, ഞങ്ങളോട് എപ്പോഴും ചോദ്യം ചെയ്യും നിങ്ങളെ മുന്നണി, ഞാൻ ചോദിക്കുന്നത് ആരെ ഇവരെ മുന്നണി? ഇപ്പം
അവരെ പറ്റിയിട്ട് എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് മീഡിയ എപ്പോഴും എന്താ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത്? 2014 മുമ്പേ എന്താണ് സർക്കാർ ചെയ്യുന്നത്? സർക്കാരിന്റെ മേലെ ചോദ്യം. ഇപ്പം ചോദ്യം എന്താണ് ഓപ്പോസിഷൻ ചെയ്യുന്നത്? പ്രതിപക്ഷം എന്താ ചെയ്യുന്നത്? പ്രതിപക്ഷന്റെ മുന്നണി ആരാ? ഞാൻ ചോദിക്കുന്നത്, ഇവരെ മുന്നണി ആരാ? ഇവരെങ്ങനെ ജയിക്കും? അവര് ദക്ഷിണ ഭാരതത്തിൽ ആരെ ADMK പറഞ്ഞു ഞങ്ങൾ ഇവരൊക്കെ പോകുന്നില്ല, ഞങ്ങൾ പറ്റില്ല. TDP അവരൊക്കെ ഇല്ല ആന്ധ്രയില്. അപ്പൊ അവരെ മുന്നണി ആരാന്ന് നമ്മൾ അതും ചോദിക്കണല്ലോ. വെറുതെ എന്താ കോൺഗ്രസ് പാർട്ടിനെ പറ്റിയിട്ട് എപ്പോഴും ഇത് 29 പാർട്ടിയുടെ ഒരു മുന്നണിയാണ്. അപ്പൊ പല പ്രശ്നങ്ങളുണ്ടാവും, അത് നോർമലാണ്. വലിയ വലിയ നേതാക്കളുണ്ട്, മമത ഉണ്ട്, നിതീഷ് ഉണ്ട്, ആപ്പുണ്ട്. അപ്പം അവിടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായ പ്രശ്നങ്ങളാണ്. അത് രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും ഉണ്ട് പ്രശ്നങ്ങൾ. അത് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും. പക്ഷെ ഇതിന്റെ മേലെ എല്ലാ ദിവസവും എന്താ കോൺഗ്രസ് പാർട്ടിയുടെ മുന്നണി എന്താക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് പറ്റി? എനിക്കതാ മനസ്സിലാവും. നമുക്ക് നരേന്ദ്രമോദിനെ പറ്റി സംസാരിക്കാം. അവരെന്താ ചെയ്യുന്നത് ദക്ഷിണ ഭാരതത്തിൽ? അവരെ മുന്നണി അവരുടെ കൂടെ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ചാലും 300 സീറ്റ് കിട്ടും അവർക്ക്. ആ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അത് ആത്മവിശ്വാസ. അപ്പൊ അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളില് എന്താ പറഞ്ഞത് അമിത്ഷാ? 200 സീറ്റിന്റെ അധികം ഞങ്ങൾ ജയിക്കും. അതെന്താന്ന് പറഞ്ഞാൽ അത് അമിത്ഷായുടെ ഒരു ട്രിക്കാ. ഇത് സൈക്കോളജിക്കൽ കില്ലർ എന്നതിന് പറയാം. അപ്പം ജനങ്ങള് മതിലിന്റെ ഒരു സൈഡിൽ ഇരിക്കുന്ന ജനങ്ങൾ, മതിലിന്റെ മേലെ ഇരിക്കുന്നുണ്ടല്ലോ, ഈ സൈഡും ആ സൈഡിലും, അവര് വിചാരിക്കും അമിത്ഷാ ഇങ്ങനെ പറയുമ്പം അവര് ജയിക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങൾ ഇപ്രാവശ്യം മാറ്റും. വെറുതെ നിങ്ങൾ പറയാം ഞങ്ങൾക്ക് 300 സീറ്റ് കിട്ടും. ആരാ പറയുന്നത്? നമുക്ക് താഴെത്തട്ടില്ല. ഞാൻ ആരോട് സംസാരിക്കും അവർക്ക് വലിയ പ്രശ്നം എന്താ? ഇന്ന് വിലക്കയറ്റം. അവർ സഹിക്കാൻ പറ്റാത്ത വിലക്കയറ്റായത്. അത് പറ്റുന്നില്ല അവർക്ക്. ആർക്കും സഹിക്കാം. തൊഴിലില്ലായ്മ ഞാൻ പറഞ്ഞു, അന്നും പറയുന്നു ഇന്നും പറയുന്നു. ഇസ്രയേലിലാണ് പോകുന്നത് ആൾക്കാർ. ഇസ്രയേലിൽ പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഇസ്രയേലിൽ എന്തിനാ പോകുന്നത്? ഇസ്രയേലിൽ പോകുന്ന അവര് പറയാ അവിടെ ഞങ്ങൾ യുദ്ധമുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് യുദ്ധത്തിന്റെ അവിടെ പോയി മരണപ്പെടുന്ന നല്ലത്, ഇവിടെ പട്ടിണി കിടന്നിട്ട് മരണപ്പെടുന്നു. അതാണ് അവർ പറയുന്നത്. അതാണ് അവിടുത്തെ സത്യം. ഞങ്ങൾ അന്ന് മനസ്സിലാക്കിയ ഒരു പ്ലെയിന് പോയി ദുബായിന്ന് സൗത്ത് അമേരിക്കയിൽ പോയിരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പ് ഇതിനെ എത്രമാത്രം ബാധിക്കുമെന്നാണ് ഞാൻ പരിശോധിക്കുന്നത്. ഞാൻ ക്ഷമയിലേക്ക് വരാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ നിതീഷിനെ സംബന്ധിച്ച് നിതീഷ് ഇതിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും പലർക്കും സംശയമുണ്ട്, നിതീഷ് ഇതിലുണ്ടാവുമോ എന്നുള്ളതായിരുന്നു അന്നുണ്ടായിരുന്ന സംശയം. അത് യാഥാർത്ഥ്യമാവുകയാണോ? അല്ല, ഈ നിതീഷ് കുമാർ ആണ് അജിംസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു തലതൊട്ടപ്പൻ എന്ന രീതിയിൽ പല പാർട്ടികളെയും ഒന്നിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പല സംസ്ഥാന നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും നേരിട്ട് പോയി കാണുകയും അവരെയെല്ലാം ഇങ്ങനെ ഒന്നിച്ചു കൊണ്ടുവരാനും കോൺഗ്രസ് പാർട്ടിയെ അതിൻ്റെ ഒരു ഫൾക്രമായി അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു മുന്നണി, അത് UPA അല്ല എന്ന കൃത്യമായി അതിനെ വേറൊരു മുന്നണിയായിട്ട് മാറ്റിയെടുക്കുക. അതായത് UPAയിൽ മുമ്പ് ഉണ്ടാകാത്ത പാർട്ടികളെ എല്ലാം കൂട്ടി, BJP ഇതര പാർട്ടികളെ എല്ലാം കൂട്ടി. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ നോക്കിയാൽ BJPക്ക് 303 സീറ്റുകൾ, NDA പാർട്ടികളെ കൂടെ കൂട്ടിയാൽ 353 സീറ്റുകൾ, ആകെയുള്ളത് 543 സീറ്റാണ്. അതിൽ 353 സീറ്റുകൾ കഴിഞ്ഞ തവണ NDAക്ക് കിട്ടി. UPA എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കൂടെ കോൺഗ്രസിന് ആകെ കിട്ടിയത് 52 സീറ്റാണ്. അതിൽ കേരളത്തിലാണ് ഈ 16 സീറ്റുകൾ കിട്ടിയത്. അപ്പോൾ 52 സീറ്റുള്ള കോൺഗ്രസ് ഉൾപ്പെടെ UPAക്ക് 91 സീറ്റ്. പിന്നെ ഈ അതേഴ്സ് എന്ന് പറയുന്ന കോൺഗ്രസ് ഇതര, BJP ഇതര, NDA ഇതര പാർട്ടികൾ, UPA ഇതര പാർട്ടികൾക്ക് ഒരു 98 സീറ്റുകൾ കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ പരമാവധി പാർട്ടികളെ, ഇപ്പോൾ ചില പാർട്ടികൾ എന്തായാലും അവിടെയും ഇവിടെയും ഇല്ലാതെ നിൽക്കും, അല്ലാത്ത പാർട്ടികളെ എല്ലാം കൂടെ കൂട്ടി അതിന് ഇന്ത്യ എന്നൊരു പേര്, ആ പേര് വളരെ പ്രാധാന്യമുണ്ട് ഇന്ത്യ എന്നുള്ള പേരിന്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ BJP ഇന്ത്യ എന്നുള്ള പേര് മാറ്റി ഭാരത് എന്ന പേര് പലയിടത്തും ഉപയോഗിക്കാൻ തുടങ്ങിയത്. നരേന്ദ്രമോദിയുടെ ട്വീറ്റുകൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനുശേഷം ഭാരത് എന്നാണ്. അപ്പോൾ ആ ഇന്ത്യ എന്നുള്ള വാക്കിന് പോലും അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇന്ത്യ എന്ന പേരിനെ പോലും BJP ഭയപ്പെട്ടിരുന്നു. പക്ഷെ അതിനെല്ലാം ശേഷം ഇപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് നടക്കുന്ന വളരെ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ, ഒരു മാസം മുൻപാണ് നിതീഷ് കുമാർ അദ്ദേഹത്തിന് സന്തത സഹചാരിയായിട്ടുള്ള, ഇപ്പോൾ സംഘർഷൻ ഠാക്കൂറിൻ്റെയൊക്കെ മറ്റേ നിതീഷ് കുമാറിൻ്റെ ആത്മകഥയൊക്കെ വായിച്ചാൽ, സിംഗിൾ മാൻ എന്ന ആത്മകഥ വായിച്ചാൽ ഈ ലല്ലൻ സിംഗും, അതായത് JDUവിൻ്റെ അധ്യക്ഷനായിരുന്ന ലല്ലൻ സിംഗും നിതീഷ് കുമാറും ഒക്കെ തമ്മിലുള്ള ആത്മബന്ധം എത്ര വർഷങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് തുടങ്ങിയിട്ടുള്ള
അവർ സന്തത സഹചാരികളാണ്. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് നിതീഷ് കുമാർ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നു, പുതിയ കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ കമ്മിറ്റിയിൽ ലലൻ സിംഗ് പോലുമില്ല, ലലൻ സിംഗിന്റെ പേര് പോലുമില്ല. അദ്ദേഹം സ്വയം മാറിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അപ്പോൾ തന്നെ നിതീഷ് കുമാറിന്റെ പലതവണ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സുശീൽ കുമാർ മോഡി പറയുന്നുണ്ട്, ഇതൊരു തുടക്കം മാത്രമാണ്, ഇനി നിതീഷ് കുമാർ ഇപ്പോൾ തന്നെ പലതും മുൻകൂട്ടി കണ്ടിട്ടാണ്. അതിനുശേഷം അദ്ദേഹം നടത്തുന്ന നീക്കങ്ങളിലാണ് ഇപ്പോൾ അവസാനം കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന പ്രഖ്യാപിക്കുന്നതും അതിനുശേഷം ഇനിയിപ്പോൾ വല്ല BJPക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ്, മറ്റേ ബീഹാറിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കിട്ടുമോ, ഏതൊക്കെ തരത്തിൽ നിതീഷ് കുമാറിനെ അക്കോമഡേറ്റ് ചെയ്യാം, മുഖ്യമന്ത്രിയായിട്ട് തന്നെ നിലനിർത്താൻ പറ്റുമോ, അസംബ്ലി പിരിച്ചുവിട്ടിട്ടാണോ എന്നൊക്കെ തുടങ്ങിയുള്ള പലതരം ബാർഗനിങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത്, വിലപേശൽ നടക്കുകയാണ്. ഈ വിലപേശൽ എല്ലാം തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിതീഷ് കുമാറിന് തുടക്കത്തിൽ അദ്ദേഹം ആഗ്രഹിച്ച ആ പ്രാധാന്യം ഈ മുന്നണിയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, ഈ നിതീഷ് കുമാറിന്റെ പാർട്ടിക്കായിരുന്നു NDAയുടെ കൺവീനർ സ്ഥാനം തുടക്കം മുതലേ. അത് ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന അധികായനായിട്ടുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു വളരെ കാലം NDAയുടെ കൺവീനർ. അതിനുശേഷം ജോർജ് ഫെർണാണ്ടസിനെ നിതീഷ് കുമാറും ശരത് യാദവും കൂടെ കൂടി അദ്ദേഹത്തെ പുറത്താക്കി ശരത് യാദവിന് ആ പദവി കൊടുക്കുന്നു. ശരത് യാദവും നിതീഷ് കുമാറും തമ്മിൽ തെറ്റുമ്പോൾ NDAക്ക് പുറത്തു പോകുന്നു. അതിനുശേഷം നിതീഷ് കുമാർ പലതവണ മുന്നണി മാറുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നണി കൺവീനർ സ്ഥാനം ഉൾപ്പെടെ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ NDAയിൽ പോലും പോയാൽ കിട്ടും. അദ്ദേഹത്തിന് ഓപ്ഷൻസ് ഉണ്ട്. ഈ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ കോൺഗ്രസിൽ ഇപ്പോൾ നിൽക്കുന്ന പല രാഷ്ട്രീയക്കാർക്കും വേറെ ഒരിടത്തും പോകാൻ പറ്റാത്ത രാഷ്ട്രീയക്കാരാണ്. കേരളത്തിൽ ചിലപ്പോൾ അവർക്ക് CPMൽ പോകാൻ പറ്റും, കേരളത്തിന് പുറത്തു പോയാൽ അവർക്ക് വേറെ ഒരു ഗതിയുമില്ലാത്ത രാഷ്ട്രീയക്കാരാണ് ഈ കോൺഗ്രസിൽ ഇപ്പോഴും നിൽക്കുന്നത്. നിതീഷ് കുമാറിന് ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ഇതല്ലെങ്കിൽ അത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും ഒരു പരിധി വരെ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അവരുടെ കരിയറിന് വേണ്ടിയാണ് അവർ അതിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നതൊക്കെ നമ്മൾ കേരളത്തിലിരുന്ന് നമുക്ക് വലിയ കാര്യമായിട്ട് പറയാം. കാരണം ഇവിടെ CPMും കോൺഗ്രസേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയാൽ ഒരാൾക്ക് CPMൽ ചെന്ന് ചേക്കേറാം. അതുപോലെ കേരളത്തിലിരുന്ന് പറയുന്നത് പോലെ ഈ പ്രത്യയശാസ്ത്രത്തിന് കേരളത്തിന് പുറത്തിറങ്ങിയാൽ അവർക്ക് പദവിയും അധികാരവും ഒക്കെയാണ്. ഈ അധികാരമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന തിരിച്ചറിവ് കൃത്യമായിട്ടുള്ള ഒരാളാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വർഷമായിട്ട് BJPയിൽ ആണെങ്കിലും BJPയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിലും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നത്. അദ്ദേഹത്തിന് തുടക്കത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം പലതവണ പല തരത്തിലുള്ള മെസ്സേജുകൾ കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയില്ല. അല്ല, ഓപ്ഷൻ ഇല്ലാത്ത രാഷ്ട്രീയക്കാരുണ്ടാകാം. പക്ഷെ എല്ലാവരും അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? ലാലു പ്രസാദ് യാദവ് ഒക്കെ എന്തിനാ ജയിലിൽ പോയി കിടന്നത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ സന്ധി ചെയ്യാമായിരുന്നു BJPയുമായി. അല്ല, ഈ ലാലു പ്രസാദ് യാദവിന്റെ ഒക്കെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യാദവ് പ്ലസ് മുസ്ലിമാണ്. യാദവന്മാരും മുസ്ലിങ്ങളുടെയും ഒരു വോട്ട് ബാങ്കാണ് ഈ ലാലു പ്രസാദിന്റെ. അല്ലെങ്കിൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ഉത്തർപ്രദേശിൽ അതുപോലെയാണ്. അപ്പോൾ ചില പാർട്ടികൾക്ക് ഒരു 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 അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രത്യയശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ലാലു പ്രസാദിനെ പറയും. അപ്പോൾ പലരും തിരിച്ചു ചോദിക്കും, ലാലു പ്രസാദ് എന്താ അഴിമതിക്കാരനല്ലേ? ഇപ്പൊ ഇവിടെ ആരോ പറഞ്ഞു കൺവിക്റ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാർ യെഡിയൂരപ്പയുടെ ഒക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ ലാലു പ്രസാദ് യാദവ് അദ്ദേഹം കറകളഞ്ഞ പുണ്യാളനാണോ? അദ്ദേഹം അഴിമതിക്കാരനല്ലേ? അദ്ദേഹം അഴിമതിക്ക് ഫോർഡർ സ്കാമിൽ ശിക്ഷിക്കപ്പെട്ട ആളല്ലേ? അദ്ദേഹം അതിനുശേഷം പലതരത്തിലുള്ള അഴിമതി കേസിൽ പെട്ടിട്ടുള്ള ആളാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുറകെ EDയും CBIയും ഒക്കെ ഉണ്ട്. അവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്കിന്റെ കാര്യമുണ്ട്. ഞാൻ പറയുന്നത് നിതീഷ് കുമാറിന് ഈ ഇന്ത്യ മുന്നണി അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കൊടുക്കുകയോ അദ്ദേഹം ആ തുടക്കത്തിലെടുത്ത അമിത്ഷാ 2023 ജൂണിൽ ആരോപിച്ചത് 10 ലക്ഷം കോടിയുടെ അഴിമതിക്കാരനാണ് നിതീഷ് കുമാർ എന്നാണ്. അപ്പൊ അഴിമതിയിൽ ആരും വിശുദ്ധനല്ല. പക്ഷേ ചിലർ ഈ അഴിമതിയുടെ റഡാറിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഈ ശിക്ഷിക്കപ്പെട്ട അഴിമതി രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അതിപ്പോ കേരളത്തിൽ പലരും അറിയാത്തൊരു കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ബാലകൃഷ്ണപിള്ള മാത്രമാണ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനെന്ന്. മറ്റു പല ആൾക്കാരും, ചിലർ മരണം കൊണ്ട് വിശുദ്ധരായി. KM മാണിയെ പോലെയുള്ള ആൾക്കാർ ഇപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. മറ്റു ചിലർ പലതരത്തിലും രക്ഷപ്പെട്ട് ഇപ്പോൾ ഐസ്ക്രീം കേസിന്റെ കാര്യമൊക്കെ എടുത്താൽ അതൊക്കെ എങ്ങനെയാണ് ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ മറ്റൊരു മുന്നണിയുമായിട്ട് വിലപേശി ഈ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വിശുദ്ധന്മാരായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് എന്തായാലും നമുക്ക് പറയാമല്ലോ, അവർ ശിക്ഷിക്കപ്പെട്ട ആൾക്കാരാണ്. ലാലു പ്രസാദിന്റെ കാര്യത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട ആളാണ്. യെഡിയൂരപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട ആളാണ്.
ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് എന്തായാലും വെക്കാമല്ലോ. എന്തായാലും നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന ഈ ഇന്ത്യ മുന്നണിയിൽ കിട്ടിയില്ല. അദ്ദേഹമാണ് ഇതിൽ ഒത്തിരി കാര്യങ്ങൾ, ഈ കാസ്റ്റ് സെൻസസ്, ജാതി സെൻസസ് എന്ന വിഷയം പോലും ഇന്ത്യ മുന്നണിക്ക് ഒരു തളികയിൽ വെച്ചു കൊടുത്ത, രാഹുൽ ഗാന്ധിക്ക് ഒരു തളികയിൽ വെച്ചു കൊടുത്ത നേതാവ് നിതീഷ് കുമാറാണ്. കാരണം അദ്ദേഹം ബീഹാറിൽ ജാതി സെൻസസ് നടത്തി. അപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്ന് ബോധോദയം ഉണ്ടായത്. ജാതി സെൻസസ് ഇവിടെ, എന്നിട്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന പത്രക്കാർ എത്ര പേരുണ്ട് OBC എന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ആകെ 3-4 പേരാണ് കൈവെക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ആ ജാതി സെൻസസ് വേണം, ഇതാണ് അതിനുള്ള തെളിവ് എന്നൊക്കെ പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹം അതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്നു. ഒരു പ്രത്യേകിച്ച് പാർട്ടിയിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ ഇങ്ങനെ ഒരു ഷോ കാണിക്കുന്നത് പോലും നിതീഷ് കുമാർ അവിടെ ജാതി സെൻസസ് നടത്തി ഇങ്ങനെ ഒരു കാര്യം എടുത്തിടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ, അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്ര നടക്കുകയാണ്. അതിൽ ബീഹാറിലോ ബംഗാളിലോ ഉള്ള പാർട്ടികൾ, അവിടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടികളെ പോലും വിശ്വാസത്തിൽ എടുക്കാതെ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും KB ബൈജുവും കൂടി എല്ലാവരും കൂടി ഈ യാത്ര ആസൂത്രണം ചെയ്യുമ്പോൾ അവരുടെ ഈ കോൺഗ്രസിന്റെ ഒക്കെ രാഷ്ട്രീയ മെച്യൂരിറ്റി, അവരുടെ പാർട്ടിയിൽ ഈ രാഷ്ട്രീയം ചിന്തിക്കുകയും രാഷ്ട്രീയം മനസ്സിലാക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് നമ്മൾ സഹതപിക്കേണ്ടി വരും. ശരി, ശ്രീ എ സമ്പത്ത്, ഒരു വശത്ത് ഈ ചാഞ്ചാടുന്ന രാഷ്ട്രീയ സ്വഭാവം, അദ്ദേഹത്തിന് ഓപ്ഷനുകളുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം അഴിമതി ആരോപണ വിധേയനായാലും അദ്ദേഹത്തിനെതിരെ അന്വേഷണങ്ങളൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം, ഈ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുത്തത് വെറുതെ അല്ലല്ലോ. അത് കൃത്യമായും നിതീഷിനെയും JDUവിനെയും OBC വോട്ടുകളെയും ലക്ഷ്യം വെച്ചുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് BJPയുടെ സമ്മതിക്കേണ്ടി വരും. മറ്റൊരു കാര്യം, അടിസ്ഥാനപരമായി ഈ പറയുന്ന ഈ ജനതാ രാഷ്ട്രീയം, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, അതുപോലെ തന്നെ കോൺഗ്രസ് വിരുദ്ധവുമാണ്. കാര്യം നമ്മൾ സാമ്പാർ മുന്നണി, അവിയൽ മുന്നണി എന്നൊക്കെ എതിരാളികൾ ഇന്ത്യ മുന്നണി വിശേഷിപ്പിക്കുമെങ്കിൽ പോലും ഇതിനെ വിളക്കി ചേർക്കുന്ന എന്തോ ഒരു ഘടകം ഉണ്ടാവണമല്ലോ. ആ ഘടകം അത്ര ശക്തിമത്തല്ല എന്ന് തോന്നലുണ്ടോ? ഇപ്പോൾ അജിംസ് ചോദിച്ച ചോദ്യങ്ങളിലെ അവസാനത്തെ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഉത്തരം പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഒന്നാമത്തേത്, ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലുള്ള, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് വിഷ്ണുവിൻ്റെ രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ നേതാക്കൾ, അവരെല്ലാം ഉയർത്തിക്കാണിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇനി വിഷ്ണു വേണമെങ്കിൽ പറയും മോദി ഫാക്ടർ, തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും. ഞാനൊരു ചുരുക്കി, നമുക്കെല്ലാം അറിയാവുന്ന ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ചിത്രമുണ്ടല്ലോ. 1960കളിൽ അന്നത്തെ ഈ ഏകശിലാ വിഗ്രഹം പോലെ ഉണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, ആ കോൺഗ്രസിനകത്തൊരു നെടുകെ പിളർപ്പുണ്ടാകുന്ന കാലത്ത് അന്ന് പലരും ധരിച്ചത് ആ രാഷ്ട്രീയ പാർട്ടി ഇതോടുകൂടി അസ്തമിക്കുകയാണ്, ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമെന്നുള്ളത്. എന്നാൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ എല്ലാം കുട്ടിക്കാലമാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലമാണ്. ശ്രീമതി ഗാന്ധി കൂടുതൽ കരുത്തോടു കൂടി തിരിച്ചു വരികയാണ്. അന്ന് വാസ്തവത്തിൽ കോൺഗ്രസ് അത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു അത്ഭുതം എന്ന് പറയേണ്ടതാണ്. ഇത് കഴിഞ്ഞ് 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1977 ആകുമ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തുകയാണ്, പിൻവലിച്ചിട്ടില്ല. അന്ന് ലോക്സഭയുടെയും ചില നിയമസഭകളുടെയും കാലാവധി പോലും 5 കൊല്ലം എന്നുള്ളത് നീട്ടുക വരെ ഉണ്ടായി. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു ഭാഗത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി, അപ്പോൾ ഗാന്ധി ഇന്ദിരയാണ് ഇന്ത്യ എന്ന മുദ്രാവാക്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം. അന്ന് നമ്മുടെ ഈ വിഷ്വൽ മീഡിയ ഒന്നും വന്നിട്ടില്ല, സോഷ്യൽ മീഡിയ വന്നിട്ടില്ല, പത്രങ്ങൾക്ക് ഒരുപാട് എഡിഷനുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. മറുഭാഗത്ത് ആരാണ് നേതാവ്? ഓർമ്മയുണ്ടോ? മറുഭാഗത്ത് അങ്ങനെ ഒരു നേതാവില്ല. മറുഭാഗത്തെ നേതാവ് ജനങ്ങളായിരുന്നു നേതാക്കൾ. ജനങ്ങൾ സ്വയം നേതാവായി മാറുകയാണ് ചെയ്തത്. കോൺഗ്രസിൻ്റെ അധികാര കുത്തക അസ്തമിക്കുന്നതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ മറ്റൊരു യുഗം പിറക്കുകയാണ്, സഹ VMSൻ്റെ വാക്കുകൾ കടമെടുത്താൽ. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ കൂടി നമ്മളൊന്ന് നോക്കണം. ശ്രീമതി ഗാന്ധിയുടെ വധത്തെ തുടർന്നാണ് അപ്പോൾ ഈ ശ്രീ രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുന്നതായിട്ടുള്ള ആ തെരഞ്ഞെടുപ്പ് വലിയ ഒരു സ്വീപ്പിംഗ് മെജോറിറ്റി എന്ന് നമ്മൾ പറയുമല്ലോ. ആ ഒരു ശരിയാണ്, സഹതാപ തരംഗമെല്ലാം ഉണ്ടായിട്ടുണ്ടാവാം. അദ്ദേഹം അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നതിന് ശേഷം 1984 വിജയത്തിന് ശേഷം
1959 തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു എന്നുള്ളത് താങ്കൾക്ക് നന്നായിട്ടറിയാം. ഏതാണ്ട് 40% അടുപ്പിച്ചുള്ള വോട്ട് ഇപ്പോൾ 2019 BJPക്ക് ലഭിച്ചതുപോലെ അത്രയും ആ 40% അടുപ്പിച്ചുള്ള വോട്ട് കിട്ടിയതാണ്. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 38 ഏതാനും 38-ലധികം ശതമാനം വോട്ട് ലഭിച്ചതാണ്. അന്ന് കോൺഗ്രസിന് 39% വോട്ട് ലഭിച്ചതാണ്. പക്ഷേ അധികാരം നഷ്ടപ്പെട്ടു. VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണ് പിന്നീട് അധികാരത്തിൽ വന്നത്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ഈ അവർ ഉത്തരേന്ത്യക്കാർ പറയുന്നത് പോലെ അവിയൽ കിച്ചടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്തരം കാര്യത്തെ സംബന്ധിച്ച്. ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യക്ക് വേറെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഒരു ഗവൺമെൻറ് വന്നതിൻ്റെ പേരിൽ. അതിനുശേഷം പിന്നീട് നമ്മൾ നോക്കുക, വീണ്ടും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ 1996 തെരഞ്ഞെടുപ്പിൽ അന്ന് ശ്രീ PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്നു. അദ്ദേഹത്തെയാണ് ഉയർത്തിക്കാട്ടിയത് കോൺഗ്രസ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് പ്രതിപക്ഷ പാർട്ടികൾ പലയിടത്തും ഭിന്നിച്ചും പരസ്പരം മത്സരിച്ചുമാണ് നിന്നത്. ഒരു പോസ്റ്റ് പോൾ അലയൻസ് പിന്നീട് ഉണ്ടാവുകയാണ്. ശ്രീ ദേവഗൗഡ 10 മാസവും പിന്നീട് K ഗുജറാൾ അദ്ദേഹം 8 മാസവും ആണ് ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് എന്നുള്ളതും ശരിയാണ്. വീണ്ടും ചരിത്രം നോക്കൂ, 2004 നമ്മൾ വരികയാണ്. ഇങ്ങോട്ടേക്ക് നമ്മൾ വരുമ്പോഴേക്ക് ഉള്ളൊരവസ്ഥ, ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തെ പോലുള്ള ഒരു മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമ, ഇന്ത്യൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിൽ BJPക്ക് പോലും പറയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടി ഇന്ത്യ ഷൈനിങ് ആണ് പറഞ്ഞത്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് പോലും പലരും ധരിച്ചിരുന്നതല്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ സാധ്യമാണ്, നമ്മളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പമോ അകൽച്ചയോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ഈ വേള ഞാൻ ഉപയോഗിക്കുന്നതേ അല്ല. നിതീഷ് കുമാറിനെ കൂടാതെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് BJP വ്യക്തമാക്കുകയാണല്ലോ. ഇനി എന്താണ് ഇവിടെ? ആട്ടിൻപറ്റത്തിനിടയിൽ ചെന്നിട്ട് നിങ്ങൾക്കൊരു നേതാവില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ നയിക്കാമെന്ന് പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ തന്നെ കൂട്ടാളികളായിരുന്ന ആളുകളെയെല്ലാം പോച്ചിങ് നടത്തുകയായിരുന്നല്ലോ, സ്വാലോ ചെയ്യുകയായിരുന്നല്ലോ, അല്ലേ? അതെല്ലാമല്ലേ നടന്നത്? ജമ്മു കാശ്മീരിലടക്കം നേരത്തെ ക്ഷമ ഇവിടെ ചോദിച്ചതുപോലെ എന്തായിരുന്നു PDPയുമായി അത്തരത്തിലുള്ള അധികാരം പങ്കിടാനുള്ള ആർത്തി? ഒരിക്കൽ പോലും ജമ്മു കാശ്മീരിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് ജമ്മു കാശ്മീരിൽ അങ്ങനെ ഭരണത്തിലേക്കും ജനങ്ങൾക്കിടയിലേക്കും ഒരു റീച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് വിധത്തിലും അങ്ങനെ ചെയ്യണം. അത് രാഷ്ട്രീയ പാർട്ടികളെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തിയത്. എന്തായിരുന്നു ഗോവയിലെ MGP പാർട്ടിക്ക് സംഭവിച്ചത്? എന്താണ് NCPക്ക് സംഭവിച്ചത്? എന്താണ് അകാലിദളിന് സംഭവിച്ചത്? എന്താണ് ശിവസേനയ്ക്ക് സംഭവിച്ചത്? അപ്പോൾ BJPയോടൊപ്പം കൂട്ടാളികളായി ചേർന്നാൽ 2 മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ പലതായി പിളർന്നു പോവുക എന്നുള്ളതും ഒരു ഭാഗത്തെ BJP അവരിലേക്ക് സ്വാംശീകരിക്കുക എന്നുള്ളതും. അങ്ങനെയാണല്ലോ സംസ്കൃത പദത്തിൽ പറയേണ്ടത്. അതല്ല എങ്കിൽ മൊത്തമായി തന്നെ അവരുടെ വയറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇവിടെ ഇനിയിപ്പോൾ ഘടകകക്ഷികളായി ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട് എന്ന് BJPക്ക് പറയാം. ഒരു കുഴപ്പവുമില്ല, സ്വാഭാവികമാണ്. NDAയിലെ ഏറ്റവും വലിയ കക്ഷിയാണ് എന്നുള്ള നിലയിൽ അവർ തന്നെയാണ് അങ്ങനെ അതിലേക്ക് ആളുകളെ, അത്തരത്തിൽ ഗ്രൂപ്പുകളെ, അത്തരത്തിൽ രാഷ്ട്രീയ സംഘടനകളെ സ്വാഗതം ചെയ്യാൻ പോകുക. തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ എടുത്തു കാണിക്കുന്നു, ഒരാളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു, എല്ലായിടത്തും പെട്രോൾ പമ്പിലും ശൗചാലയങ്ങളിലും മുതൽ അങ്ങേയറ്റം വീട്ടിൻ്റെ മുന്നിലടക്കം ഇങ്ങനെ പ്രദർശിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഇനി കോവിഡ് കാലത്ത് അച്ചടിച്ചു തന്നതായ 138 കോടി ആളുകൾക്ക് 2 തവണ നൽകിയ സർട്ടിഫിക്കറ്റുകൾ എൻ്റെ പേരിനോടൊപ്പം എൻ്റെ ചിത്രമല്ല, അജിംസിൻ്റെ പേരിനോടൊപ്പം അജിംസിൻ്റെ ചിത്രമല്ല, ആനന്ദിൻ്റെ ആ സർട്ടിഫിക്കറ്റിൽ ആനന്ദിൻ്റെ ചിത്രമല്ല, വിഷ്ണുവിൻ്റെ സർട്ടിഫിക്കറ്റിൽ വിഷ്ണുവിൻ്റെ ചിത്രമല്ല. ഷമാ മുഹമ്മദിനും അങ്ങനെ തന്നെ നമ്മുടെ ഈ പ്രേക്ഷകർ 10,000-കണക്കിന് ഭവനങ്ങളിൽ കാണുന്നവർക്കും എല്ലാം അവിടെ കിട്ടിയിട്ടുള്ളത് അവരുമായി ഒരു ബന്ധവുമില്ലാത്ത ആരുടെ ലോകത്ത് അങ്ങനെ മാത്രം നടന്നിട്ടുള്ള ഒരു അല്പത്തരം കൂടി നമ്മുടെ നാട്ടിൽ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പേരിൽ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഇനിയും വെച്ച് സഹിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ സഹിക്കേണ്ടത്. വിഷ്ണു, ഈ പ്രതിപക്ഷ ഐക്യം എന്നതുപോലെ തന്നെ കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ BJPക്കുണ്ട്. അതുകൊണ്ടാണ് ആരെങ്കിലെയൊക്കെ പോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊരു ആരോപണമാണ് നിങ്ങൾക്കെതിരെ ഉള്ളത്. കാരണം ഇപ്പോൾ നിതീഷ് വന്നാൽ പോലും മറ്റൊരു സഖ്യം അവിടെ ഉണ്ട്. നിതീഷ് പോട്ടെ, ബീഹാറിൽ മറ്റുള്ളവരുണ്ട്, ബംഗാളിലുണ്ട്. അപ്പോൾ ആ സഖ്യം നിലനിൽക്കുന്നുണ്ട്. ആ സഖ്യത്തെ BJP ഭയക്കുന്നു എന്നാണ് ആരോപണം. അജിംസെ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സഖ്യത്തിനോട് ഒരു തരത്തിലുള്ള ഭയവുമില്ല. പക്ഷേ രാഷ്ട്രീയത്തിലെ പരമാവധി സാധ്യതകൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. എല്ലാ സംസ്ഥാനങ്ങളിലും സാധ്യമായ എല്ലാവരുമായും ഞങ്ങളുമായി ആശയപരമായും രാഷ്ട്രീയപരമായി യോജിക്കുന്ന എല്ലാവരുമായി സഖ്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അതിൽ പല വിട്ടുവീഴ്ചകളും ചെയ്യാറുണ്ട്. കാരണം ഒരു മുതിർന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോട് ഞങ്ങൾ ഒരു മുന്നണി മര്യാദ എപ്പോഴും പാലിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾക്ക് സഖ്യകക്ഷിയില്ലാതെ, ഞങ്ങൾ 2014 നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഉണ്ടായിരുന്നത്? ഞങ്ങൾ അന്ന്
ചുരുക്കം ചില ഘടകകക്ഷികൾ മാത്രമാണ്, ശിവസേനയും അകാലിദളും അടക്കമുന്ന വെറും ചെറുകക്ഷികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രാജ്യത്ത് അതാണോ ബി ജെ പിയുടെ സ്ഥിതി? ഇന്ന് 303 സീറ്റിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു. ബി ജെ പിക്ക് ഒരിക്കലും എത്താൻ കഴിയാത്ത സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ വ്യക്തിത്വത്തിന് അതിശക്തമായ പിന്തുണ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുണ്ട്. അപ്പോൾ ആ എല്ലാ തരംഗങ്ങളും ഞങ്ങൾക്ക് ഇന്ന് അനുകൂലമായിരിക്കുമ്പോഴാണ് 2024 തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് ആരെയും ഭയമില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ നൽകിക്കൊണ്ട് ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് രാജ്യത്തെ ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിക്കൊണ്ട് രാജ്യത്തിന്റെ വളർച്ചയെ മുന്നോട്ട് നയിക്കാനുള്ള ദുരിതത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു ഭയവുമില്ല. രാഷ്ട്രീയത്തിലുള്ള എല്ലാ സാധ്യതകളും ആരാഞ്ഞുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് രാജ്യത്തെ ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ ഞങ്ങൾക്കാണ് ജനപിന്തുണ. ഞങ്ങൾക്കെതിരായി ബി ജെ പി വിരുദ്ധത കൊണ്ട് മാത്രം ഇവിടെ സഖ്യമുണ്ടാക്കിയവരൊക്കെ ഇപ്പൊ എന്തായി അവസ്ഥ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ 2ാമത്തെ യാത്ര തുടങ്ങിയപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി രാഹുലിനെ തള്ളി. നിതീഷ് കുമാർ താൻ പോകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ, ഏതാണ്ട് ആ വാർത്തകൾക്ക് അന്തിമമായ ഒരു സ്ഥിരീകരണത്തിന് പോലും സമയമായിരിക്കുകയാണ്. ഇങ്ങനെ കോൺഗ്രസ് കൊണ്ടുവന്ന എല്ലാ കക്ഷികളും INDA അക്ഷരാർത്ഥത്തിൽ ഒരു ചാപിള്ളയായി ഈ രാഷ്ട്രീയത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ എത്രയോ വട്ടം പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ സഖ്യം അവസാനിക്കും. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ സഖ്യം എവിടെയെങ്കിലും ഒരുമിച്ച് ചേർന്നിട്ടുണ്ടോ? കഴിയില്ല. കാരണം ഈ സഖ്യത്തിന് ഒരിക്കലും ഒരുമിച്ച് ചേരാനോ പരസ്പരം യോജിച്ചു പോകാനോ കഴിയാത്ത തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. അവരുടെയൊക്കെ ആകെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മോദി വിരുദ്ധത, BJP വിരുദ്ധത എന്നത് മാത്രമാണ്. അതിൽ അവർക്ക് പോലും യോജിച്ചു പോകാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ആ സഖ്യം നിലനിർത്തും? ആ സഖ്യത്തെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം BJPക്കോ NDAക്കോ ഇല്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങളോടും BJPയുടെ NDA മുന്നണിയോടും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഈ നിതീഷ് കുമാർ നിങ്ങൾ എന്തിനാണ് സ്വീകരിക്കുന്നത്? അങ്ങനെയുണ്ടല്ലോ, നിങ്ങൾക്കൊരു ഐഡിയോളജി ഉണ്ടോ എന്നോട് ഷമാ മുഹമ്മദ് ചോദിച്ചു. ഒരു ഐഡിയോളജി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചാഞ്ചാടുന്ന ഒരാളെ കൂടെ നിർത്തുന്നതിനാണ്. ഇപ്പോൾ ഞാനിവിടെ വായിച്ചു, ഇപ്പോഴത്തെ നിങ്ങളുടെ മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പണ്ട് അദ്ദേഹം BJPയിൽ ചേരുന്നതിന് മുമ്പ് ഈ BPL ഒക്കെ തുടങ്ങിയ സമയത്ത് അന്നത്തെ BJPയുടെ വലിയ നേതാവായിരുന്നു പ്രമോദ് മഹാജൻ. അദ്ദേഹത്തെ പോയി കാണുകയാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: സ്വന്തം ഫാദർ ഇൻ ലോയെ കുഴപ്പത്തിലാക്കിയ ഒരാൾ വന്നാൽ ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കും? നിങ്ങൾ നാളെ ഞങ്ങളെ കുഴപ്പത്തിലാക്കൂല്ലോ എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? അതായത് ഒരു പ്രിൻസിപ്പിൾഡ് പൊളിറ്റീഷ്യൻ്റെ ചോദ്യമാണത്. അതൊരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ തത്വം നിതീഷ് കുമാറിന് ബാധകമല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അല്ലെ, ഞങ്ങൾ തത്വപരമായി നിലപാടെടുക്കുന്നത് BJP ആണ്. BJPക്ക് അപ്പുറത്തേക്കുള്ള ഘടകകക്ഷികളെല്ലാം പലതരത്തിലുള്ള ആശയങ്ങൾ വച്ചു പുലർത്തുന്നവരാണ്. ചിലർ സോഷ്യലിസ്റ്റുകളാണ്. ശിവസേനയുടെ ഒരു വിഭാഗമാണ്. BJPയിൽ നിന്ന് വിഭിന്നമായ ആശയ സംഹിതകളുള്ള പാർട്ടിയാണല്ലോ ശിവസേന. അവർ ഒരു പ്രാദേശികവാദത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ പല ഘടകകക്ഷികളും, കോൺഗ്രസ് മതേതര പാർട്ടി എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഏത് തരത്തിലുള്ള മതേതരത്വമാണുള്ളത്? ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം അംഗങ്ങളാക്കിയിരിക്കുന്ന മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചിട്ടാണ് കോൺഗ്രസ് പറയുന്നത് ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മതേതര ശക്തി. CPMനോടൊപ്പം നിൽക്കുന്ന INL ഒക്കെ മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തേക്ക് വന്ന് അതിതീവ്രമായ മതപ്രചാരണം നടത്തിയ ശിവസേന നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ശിവസേനയുടെ പേരും പ്രശ്നമാണ് അങ്ങനെയാണെങ്കിൽ. അല്ല, ശിവസേന ഞാൻ പറഞ്ഞില്ല, അതാണ് പറഞ്ഞത്. പല ഘടകകക്ഷികൾക്കും പലതരത്തിലുള്ള ഐഡിയോളജികളുണ്ട്. പക്ഷേ കോൺഗ്രസിനോടൊപ്പവും CPMനോടൊപ്പം നിൽക്കുന്നവരെല്ലാവരും മതേതരവാദികളെന്നും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം മോശക്കാരുമാക്കാനുള്ള ശ്രമം എപ്പോഴും പ്രതിപക്ഷത്തിൻ്റെതാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നല്ലോ, BJPയുടെ നയം ഒന്നാണ്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ. പക്ഷേ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഘടകകക്ഷികൾക്ക് അവരുടെ നയങ്ങളും ഉണ്ട്. അതിൽ യോജിക്കാൻ പറ്റുന്നവരുമൊക്കെയായി ഞങ്ങൾ യോജിച്ചു പോകുന്നു. അത് രാഷ്ട്രീയത്തിൻ്റെയും മുന്നണിയുടെയും ഒരു ധാർമ്മികതയാണ്. അല്ലാതെ ഞങ്ങളോടൊപ്പം ഉള്ള ഘടകകക്ഷികളെല്ലാം തന്നെ ഞങ്ങളുടെ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് ഞങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുമില്ല, ഇനി പറയുകയുമില്ല. അത് നിങ്ങൾ മാത്രമാണ് പറയുന്നത്. ശരി വിഷ്ണു. ഷമാ മുഹമ്മദ്, അതായത് BJPയെ സംബന്ധിച്ച് ഒന്നും ഭയക്കേണ്ടതില്ല. ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം ഉള്ള നിലവിലുള്ള, ഇനിയും അങ്ങനെ ആ ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന, ഓരോ തെരഞ്ഞെടുപ്പിലും ആ ജനപ്രീതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ പോലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും പുഷ്പം പോലെ ജയിച്ചു കയറിയൊരു പാർട്ടിക്ക് ഇനിയിപ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോച്ച് ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിലും ഒരു മാറ്റവുമില്ല. നിങ്ങൾക്ക് കുറച്ച് ട്രബിൾ ഉണ്ടാക്കാം നിതീഷിനെ മാറ്റിയാൽ എന്നേ അവർക്കുള്ളൂ. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് മാത്രമാണ്. അങ്ങനെയുള്ള BJP എന്തിന് നിങ്ങളെ ഉപദ്രവിക്കണം? അവർ നിങ്ങളെ ഗൗനിക്കുന്നേ ഇല്ല. അതാണ് വിഷ്ണു പറയുന്നത്. 2019 ആരാ രാജസ്ഥാൻ ഛത്തീസ്ഗറും 2018 രാജസ്ഥാൻ ഛത്തീസ്ഗറും മധ്യപ്രദേശും ജയിച്ചത്? നിങ്ങൾ പറഞ്ഞ പുഷ്പ പോലെ ജയിച്ചത് കോൺഗ്രസ് പാർട്ടി.
പക്ഷെ ഞങ്ങളത് തെരഞ്ഞെടുപ്പ് തോറ്റല്ലോ. അപ്പൊ ഇവർക്ക് എന്താന്ന് പറയുന്നത്, അവരിപ്രാവശ്യം രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡ് ജയിച്ചുകൊണ്ട് അവര് 2024 തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന എന്താന്ന് ഗ്യാരണ്ടി എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചു, പക്ഷെ 19 തോറ്റു. ഇപ്രാവശ്യം അവര് ജയിച്ചു, അപ്പൊ എന്താ ഗ്യാരണ്ടി അവര് ജയിക്കുമെന്ന് ഇനിയും? അതാ ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഒന്ന്. രണ്ടാമത്, ആനന്ദ് കൊച്ചുകുടി ഒരു കാര്യം പറഞ്ഞു, ഞാനത് നിഷേധിക്കും. അത് KB ബൈജുവും KC വേണുഗോപാലിന്റെ യാത്ര എന്താ നിങ്ങൾ പറയുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് നോൺസെൻസ് പറയരുത്. CWCയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ CWCയിൽ സീനിയർ ലീഡേഴ്സ് അംബിക സോണി, അജയ് മാക്കൻ, ഭൂപേഷ് ബഘേൽ, അശോക് ഗെഹ്ലോട്ട് എല്ലാം ഉണ്ടായിട്ട് ഒരു തീരുമാനം എടുത്തതാണെന്ന്. അപ്പൊ നിങ്ങൾ വെറുതെ വന്നിട്ട് ഇവിടെ പറയരുത്. വെറുതെ ഒരു KC വേണുഗോപാലിനെ തെറി പറയുക, KB ബൈജുവിനെ തെറി പറയൽ, അതൊന്നും ശരിയല്ല. ഞങ്ങള് ഒരു തീരുമാനം, അത് മുന്നേ ആൾക്കാർ ചോദിച്ചു എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഭാരത് ജോഡോ ഈസ്റ്റ് വെസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ദക്ഷിണ ഭാരത്ത് നിന്ന് ഉത്തര ഭാരത്ത് പോയതാ. അപ്പൊ അന്നേരം തന്നെ നമുക്കൊരു പരാതി ഉണ്ടായിരുന്നു, മറ്റേ നോർത്ത് ഈസ്റ്റ് നിന്നും ഗുജറാത്ത് നിന്നും അവിടെ നിന്നെല്ലാം ഒഡീസ, ബീഹാർ അവരെല്ലാം പറഞ്ഞിരിക്കുക കോൺഗ്രസ് ആർ ഞങ്ങള് സംസ്ഥാനത്തിന് വരണം. ഇത് ശരിയല്ല രാഹുൽജി ചെയ്യുന്നത്. രാഹുൽജി അത്രക്കും പോപ്പുലർ ആണ്. അപ്പൊ രാഹുൽജി പറഞ്ഞു എന്തായാലും നമുക്കത് ചെയ്യണം, അപ്പൊ നമുക്കൊരു സമയം എടുക്കണം, അത് ഓർഗനൈസ് ചെയ്യാൻ തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ യാത്ര ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട്, തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ലോക്സഭ, അതുകൊണ്ടാണ് ഇതൊരു ബസ് യാത്ര കം വാക്കിംഗ് യാത്ര ആയത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പ്രതിനിധി BJP എന്താ പറഞ്ഞ മുന്നണി മര്യാദ. ഞങ്ങൾക്ക് മുന്നണി മര്യാദ നല്ലൊരു വാക്ക്. മുന്നണി മര്യാദ ഉണ്ടായോണ്ടാണ് നിങ്ങൾ NCPനെ രണ്ടാക്കിയത്. മുന്നണി മര്യാദ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ശിവസേന രണ്ടാക്കിയത്. മുന്നണി മര്യാദ ഉള്ളതുകൊണ്ട് നീ LJPനെ രണ്ടാക്കിയിട്ട് ചിരാഗ് പാസ്വാനും അദ്ദേഹത്തിന്റെ അങ്കിളിനെ അടിയേൽപ്പിച്ച് അവരെ രണ്ട് ഇതാക്കി കാണുന്നു. അത് മുന്നണി മര്യാദ ആണ്. നിങ്ങൾ എന്ത് മുന്നണി മര്യാദ നിങ്ങൾ പറയുന്നത്? ADIMK നിങ്ങൾ ഏറ്റവും പഴയ മുന്നണിയാണ്, പക്ഷെ ഇപ്പൊ എന്താ അവർക്ക് നിങ്ങളെ വേണ്ട. TDP നിങ്ങൾ എഗെയിൻ ഒരു പഴയ മുന്നണി, അവർക്ക് നിങ്ങൾ വേണ്ട. നിങ്ങളെ പറ്റി സംസാരിക്കും. എവിടെയാ മുന്നണി മര്യാദ? മുന്നണി മര്യാദ എന്ന് പറഞ്ഞാൽ UPA 1, UPA 2 2004 തൊട്ട് 2014, അതാണ് മുന്നണി മര്യാദ. ഞങ്ങൾക്ക് മുന്നണി മര്യാദ ഉണ്ട്. ഞങ്ങൾ RJD ആയാലും NCP ആയാലും DMK ആയാലും ഞങ്ങൾ ആ പാർട്ടിക്ക് ആ സ്ഥാനം കൊടുത്ത് അവർക്ക് റെസ്പെക്ട് കൊടുക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെ മുന്നണി മര്യാദ എന്ന് പറഞ്ഞാൽ അവിടെ പോയി അവരെ MLAs ഇങ്ങോട്ട് കൊണ്ടാന്ന് ആ പാർട്ടീനെ രണ്ട് ഭാഗമാക്കുക. ഇപ്പൊ ഉദ്ധവ് ഠാക്കറെ എന്ന് പറയുന്നത് നിങ്ങള് ശിവസേന, അദ്ദേഹത്തിന്റെ ഫാദർ നിങ്ങൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിരുന്നു. അതാണ് മുന്നണി മര്യാദ. ആ സമയത്ത് അടൽ ബിഹാരി വാജ്പേയിക്ക് മുന്നണി മര്യാദ ഉണ്ടായിരുന്നു, അത് ഞാൻ നിഷേധിക്കുന്നില്ല. അവരാണ് മുന്നണി പോളിറ്റിക്സ് കൊണ്ടാന്ന് 1998 ഐ മീൻ നമുക്ക് അതിന് മുമ്പേ ഉണ്ടായിരുന്നു 77-ലും. പക്ഷെ ഇതാണ് ഏറ്റവും അധികം പാർട്ടീസ് അന്നേരം വന്നത് 98-ലായിരുന്നു വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത്. അപ്പൊ അന്ന് മുന്നണി മര്യാദ 2004 വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ മോദിയും ഷാ അന്നേരം അവര് തീരുമാനിച്ചിരിക്കുക ഇനി ഒരു മുന്നണി മര്യാദയില്ല, MLAs ഇങ്ങോട്ട് എടുക്കാന്. ഗോവ ഫോർവേഡ് പാർട്ടി നിങ്ങളൊരു മുന്നണി ആയിരുന്നു അവിടെ ഗോവയിൽ, പക്ഷെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പേ എന്നിട്ട് ആ പാർട്ടി അദ്ദേഹത്തിന് ഡെപ്യൂട്ടി വിജയ് സർദേശായിനെ ഡെപ്യൂട്ടി CM ആക്കി. അവസാനം അവിടുത്തെ പാർട്ടിയിലെ ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടാന്ന് MJPനെ നിങ്ങൾ മുന്നണിയാക്കിയിട്ട് വിജയ് സർദേശായിനെ തട്ടി. അപ്പൊ നിങ്ങൾക്ക് ഒരു മര്യാദയില്ല. ഈ മോദി ഷാന്റെ കീഴിൽ ഒരു മര്യാദയില്ല. എങ്ങനെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾ PDP നിങ്ങളും തമ്മിൽ എന്ത് കോമൺ പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നുമില്ല, 0 വട്ടപൂജ്യം. പക്ഷെ അധികാരത്തിൽ ഞങ്ങൾ അവിടെ വരും, അതിന് ഞങ്ങൾ വേണ്ടി എന്തും ചെയ്യും. അതാണ് നിങ്ങളെ മുന്നണി മര്യാദ. അപ്പൊ മുന്നണി മര്യാദ നമ്മളെ പഠിപ്പിക്കണ്ട. ഞങ്ങൾ എപ്പോഴും റെസ്പെക്ട് കൊടുത്തു. ഞങ്ങൾ അതുകൊണ്ടല്ലേ 10 കൊല്ലം ഇത്ര നല്ലോണം ആ പാർട്ടി മുന്നോട്ട് പോയ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം, നിങ്ങൾ അന്ന് ആ സമയത്ത് പറഞ്ഞു ഈ 8 കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും പറഞ്ഞു കോവിഡ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ എന്തുകൊണ്ട് 111, 125 രാജ്യത്തിനുള്ളിൽ? അത് നമ്മൾ പാകിസ്ഥാനും ശ്രീലങ്കന്റെയും താഴ്ത്താണ്. അത് നിങ്ങൾക്കറിയോ? അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ദാരിദ്ര്യം ഉണ്ട്, വെറും കോവിഡിനെ കൊണ്ടല്ല. ദാരിദ്ര്യം ഉള്ളോണ്ടല്ലേ ഞങ്ങളല്ല പറയുന്നത്, ഇത് വേൾഡ് ഹങ്കർ ഇൻഡെക്സ് ആ പറയുന്നത്. അത് നിങ്ങൾ പറഞ്ഞു ഇൻഫന്റ് മോർട്ടാലിറ്റി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, പാകിസ്ഥാനിനെക്കാട്ടി കൂടുതലാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി. അതിൽ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ മോദി വന്നിട്ടൊന്നും ഇവിടെ ഒന്നും ആയിട്ടുമില്ല, ആകാൻ പോകുന്നുമില്ല. നിങ്ങൾ സ്മാർട്ട് സിറ്റീസ് എന്തായി എനിക്ക് ചോദിക്കണം. എന്തായി ആ സ്മാർട്ട് സിറ്റീസ്? എത്ര സ്മാർട്ട് സിറ്റീസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതെവിടെ? 2022 5 ട്രില്യൺ എക്കോണമിയാണ് നമ്മൾ. 5 ട്രില്യൺ എക്കോണമി അതായോ? അതായിട്ടില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെ നരേന്ദ്രമോദി വിശ്വസിക്കും? എന്താ 2014 പറഞ്ഞത്? സ്റ്റാൻഡപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സിറ്റപ്പ് ഇന്ത്യ, എല്ലാം ഇന്ത്യ പറഞ്ഞല്ലോ. അതിൽ ഏതാണ് നിങ്ങൾ ഇപ്പൊ ആക്കി? ബുള്ളറ്റ് ട്രെയിൻ എവിടെ? ഞങ്ങളോട് പറഞ്ഞു
22 ബുള്ളറ്റ് ട്രെയിൻ റെഡിയാവുന്നു. എവിടെയാ ബുള്ളറ്റ് ട്രെയിൻ? എനിക്ക് അറിയണം, എനിക്കൊന്ന് കാണണം. ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ ബുള്ളറ്റ് ട്രെയിൻ. അവിടെ പോയി. അപ്പൊ നിങ്ങളൊരു കാര്യം പറയുമ്പം വെറുതെ കള്ളം പറയരുത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ MSP കൂട്ടിയിട്ട് ഈ കർഷക എക്കോണമി ഞങ്ങൾ 22 ആവുമ്പോ 5% കൂട്ടും. അതായോ? അതായിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുവോ? നിങ്ങൾക്ക് വെറും ആ അമ്പലം, വർഗീയ രാഷ്ട്രീയം, അതാ നിങ്ങളെ മെയിൻ ഇത്. നിങ്ങൾ ഞങ്ങളെ ചൂണ്ടിക്കാണ്. ഞങ്ങൾ അതൊന്നുമല്ല. ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ അത് രാഹുൽജി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകുന്ന ആൾ അമ്പലത്തിൽ പോട്ടെ, പള്ളിയിൽ പോകുന്ന ആൾ പള്ളിയിൽ പോട്ടെ, ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്ന അവിടെ പോട്ടെ, ഗുരുദ്വാരയിൽ പോകുന്നവർ ഗുരുദ്വാരയിൽ പോയിക്കോട്ടെ. ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒരു മതമല്ല ഇവിടെ വേണ്ടത്. നമ്മളൊരു ഡൈവേഴ്സ് കൺട്രിയാണ്. നമുക്ക് അതാ വേണ്ടത്. ഞങ്ങളെ ഈ ഇന്ത്യ ഞങ്ങൾക്ക് തിരിച്ചെടുക്കണം. നിങ്ങളടുത്ത് നിങ്ങൾ നശിപ്പിക്കാന്ന് ദിവസം തോടുമ്പം ഇന്ത്യ നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഞങ്ങൾ വിടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ മുന്നണി ഇനിയും ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് വെറുതെ ഒരു ചർച്ച ഞങ്ങൾ ചേർത്ത് നിതീഷ് കുമാറിന്റെ മേലെ. നിതീഷ് കുമാർ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇത് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ദിസ് ഇസ് എ ഹിയർസേ. ആ ഹിയർസേ മാത്രമല്ലാണ്ട് എന്തുകൊണ്ടാ എനിക്ക് മനസ്സിലാത്ത ഈ മുന്നണിന്റെ മുകളിൽ എപ്പോഴും ഒരു ഫോക്കസ്, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത് ചെയ്തില്ല, എന്തുകൊണ്ട് കോൺഗ്രസ്. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് TDP പോയി BJP, എന്തുകൊണ്ട് ശിവസേനന്റെ ഏറ്റവും വലിയ ഭാഗം ഉദ്ധവ് ഠാക്കറെയാണ് ശിവസേന ശരിക്കും. അതെന്തുകൊണ്ട് പോയി? അത് പറയുന്നില്ല. അപ്പം ആ കാര്യങ്ങൾ ഇവിടെ ഡിസ്കഷൻ ഇല്ല. അകാലിദൾ എന്തുകൊണ്ട് പോയി? അതിന്റെ സംസാരമില്ല. ADMK എന്തുകൊണ്ട് പോയി? അതിന്റെ സംസാരമില്ല. അപ്പൊ 19 പാർട്ടിയാണ് 2014 ശേഷം ഇവരെടുത്ത് പോയത്, 2019 ശേഷം. അപ്പൊ അതിന്റെ മറുപടി ആർക്കില്ല. ബിക്കോസ് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് മുന്നണികൾ വേണ്ട, അവർക്ക് പാർട്ടികൾ വേണ്ട, അവർക്ക് ഒരു രാജ്യം. നിതീഷിന്റെ തന്നെ ഉദാഹരണം എടുത്താൽ, ശ്രീ ആനന്ദ് കൊച്ചൂടി, നിതീഷ് കുമാറിന്റെ ഉദാഹരണം എടുത്താൽ ഈ BJPയുമായി അലൈ ചെയ്യുന്ന ഏത് പാർട്ടിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട്. അതിപ്പോൾ നോർത്ത് ഈസ്റ്റിലാകട്ടെ, ഗോവയിലാകട്ടെ, മഹാരാഷ്ട്രയിലാകട്ടെ, എവിടെയും BJPയോടൊപ്പം സഖ്യകക്ഷിയായാൽ ആ പാർട്ടി ക്ഷയിക്കുകയും BJP വളരുകയുമാണ് ചെയ്യുന്നത്. അത് ബീഹാറിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ അറിയാവുന്ന നിതീഷ് ഇനിയും അവിടെ കൊണ്ടുപോയി തലവെച്ച് കൊടുത്ത് സ്വന്തം പാർട്ടി ശുഷ്കിക്കാൻ അദ്ദേഹം തയ്യാറാവുമോ? അതല്ല, ഇപ്പോഴങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്നത് തന്നെ അദ്ദേഹം എന്തോ താല്പര്യത്തിൻ്റെ പുറത്തായിരിക്കാം, ഏതോ താല്പര്യങ്ങളുടെ പുറത്തായിരിക്കാം എന്നല്ലേ കരുതാൻ ന്യായം. ഇനി അതുമല്ല, അദ്ദേഹം പോവുകയാണെന്ന് കരുതുക, അത് പ്രത്യേകമായി ഇന്ത്യ മുന്നണിയെ ഏതോ തരത്തിൽ കുഴപ്പത്തിലാക്കുമോ? അല്ല, ഇത് നിതീഷ് കുമാറിന്റെ കാര്യം നമ്മൾ എടുത്താൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രത്യേക വിഭാഗം വോട്ടർമാരുണ്ട്. അദ്ദേഹമാണ് ബീഹാറിൽ പണ്ട് 1970കളിൽ കർപ്പൂരി ഠാക്കൂർ ചെയ്ത ഒരു കാര്യം. അതായത് OBC-കളിൽ EBC-കളെ അദ്ദേഹം അവർക്ക് വേണ്ടി പ്രത്യേക കോട്ട സൃഷ്ടിച്ച് അവരെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റി. ഒരു 25% ജനസംഖ്യ ബീഹാറിലെ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസിനെ അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാറിലെ സ്ഥിതി എന്ന് വെച്ചാൽ അവിടെ 3 പാർട്ടികൾ, പ്രധാന പാർട്ടികളുണ്ട്. അതുകൂടാതെ ക്ഷയിച്ച കോൺഗ്രസ് ഉണ്ട് 4ാമത്തെ പാർട്ടിയായിട്ട്. അതായത് RJD എന്ന പാർട്ടി, ലാലുവിൻ്റെ പാർട്ടി, നിതീഷ് കുമാറിൻ്റെ JDU ഉണ്ട്. പിന്നെ ഉള്ളത് BJP ആണ്. BJP കുറേ ശക്തി പ്രാപിച്ചു, JDU കുറച്ച് ക്ഷയിച്ചിട്ടുണ്ട്. പിന്നെ JDU എന്നുള്ളത് പോലും ഒരു എന്താ പറയുന്നത്, പണ്ട് തൊട്ടേ ശക്തമായിരുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അത് ജോർജ് ഫെർണാണ്ടസ് സമതാ പാർട്ടി ഉണ്ടാക്കി. ആ സമതാ പാർട്ടിയുടെ കൂടെ പഴയ, അതായത് സ്പ്ലിറ്റായി വന്ന 99-ലെ ദേവഗൌഡയുടെ സ്പ്ലിറ്റിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന റംബ് പാർട്ടി, ആ പാർട്ടി, ശരത് യാദവിൻ്റെ ആ പാർട്ടി സമതാ പാർട്ടിയിൽ ലയിച്ച് ഉണ്ടായ ഒരു പാർട്ടിയാണ് ഈ ജനതാദൾ യുണൈറ്റഡ്. ആ പാർട്ടിയെ ഒരു പ്രത്യേക വിഭാഗം, അതായത് EBC വോട്ടർമാരെ ചേർത്ത് അതിനൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കിയ ആൾ നിതീഷ് കുമാറാണ്. ആ വോട്ടർമാർ നിതീഷ് കുമാർ എവിടെയാണോ, അത് BJPയുടെ കൂടെയാണെങ്കിൽ BJPയുടെ മുന്നണിയിൽ, അല്ലെങ്കിൽ RJDയുടെ മുന്നണിയിലാണെങ്കിൽ RJDയുടെ മുന്നണിയിൽ അദ്ദേഹത്തിന് അന്ധമായിട്ട് വോട്ട് കുത്തുന്ന ആൾക്കാരാണ്. അതാണ് അദ്ദേഹത്തിന് ഇത്ര ധൈര്യത്തോടെ അദ്ദേഹത്തിന് ഇങ്ങനെ മാറാൻ പറ്റുന്നത്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPയുടെ കൂടെ പോയാൽ അദ്ദേഹത്തിന് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 17 സീറ്റിൽ മത്സരിച്ചിട്ട് 16 സീറ്റുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ജയിക്കാൻ പറ്റി NDAയുടെ കൂടെ നിന്നിട്ട്. അതെന്താണെന്ന് വെച്ചാൽ അന്ന് അവിടെ ഒരു മോദി വേവിൽ അതാണ് കൂടുതൽ എളുപ്പമെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം RJDയുടെ കൂടെ നിന്നാൽ അങ്ങനെയും ജയിക്കാം, BJPയുടെ കൂടെ നിന്നാൽ BJPയുടെ കൂടെ ജയിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്ഥിതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പിന്നെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മുഖ്യമന്ത്രിയായിട്ട് തുടരുക, ഏത് വിധേനയും അധികാരത്തിൽ തുടരുക. ഒരു വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്
തേജസ്വി യാദവിന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു കൊടുക്കാനുള്ള ഒരു കരാറുണ്ട്. അദ്ദേഹത്തിന് 1 വർഷം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു കൊടുക്കാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ മനസ്സില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറൊരു തരത്തിൽ ഒന്നെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ എന്തെങ്കിലും അക്കോമഡേഷൻ കിട്ടണം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പദവിയിലെത്താൻ പറ്റണം. അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരാൻ തീരെ സാധ്യതയില്ല. ഇവരെല്ലാവരും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അവരുടെ ഡ്യൂട്ടി, അവരുടെ ധർമ്മം ചെയ്യുന്നില്ല. മറ്റു പാർട്ടികളെല്ലാം അവർക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുന്നണിക്കൊരു സാധ്യത ഉണ്ടായാലും, ഇപ്പോൾ ഇവിടെ നേരത്തെ ക്ഷമ പറഞ്ഞതുപോലെ ജയിക്കുമെന്നൊരു പ്രതീതിയെങ്കിലും ഉണ്ടായാലല്ലേ ആ മുന്നണിയുടെ കൂടെ നിന്നിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നിതീഷിന് തന്നെ തോന്നുന്നു ഇന്ത്യ മുന്നണിക്ക് തീരെ സാധ്യതയില്ല എന്ന്. അദ്ദേഹം ഒരു ഓപ്പർച്യൂണിസ്റ്റാണ്, അവസരവാദിയാണ്. ഒരു പല രാഷ്ട്രീയക്കാരിൽപ്പെട്ട ഒരു ഈ അവസരവാദത്തിന്റെ പല മേഖലകളിൽ കൂടി നടന്ന അതിൽ അഗ്രഗണ്യനായി തീർന്ന നിതീഷ് കുമാർ തീരുമാനിച്ചിരിക്കുന്നു NDAയുടെ കൂടെ നിൽക്കുന്നതാണ് ലാഭം. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവി, ഇപ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് 77 വയസ്സ് വരെ മുഖ്യമന്ത്രി ഒഴിയാൻ സീറ്റ് ഷെയർ സംബന്ധിച്ചൊരു തർക്കം ഒരു മുന്നണിയിൽ ഉണ്ടാകുമ്പോഴേക്ക് ആ മുന്നണി ഇല്ലാതായി, ആ മുന്നണി ഡിസ്ബാൻഡിലായി എന്നൊക്കെ എങ്ങനെ നമ്മൾ വിലയിരുത്താൻ കഴിയും ആനന്ദ്? അത് തർക്കമല്ലേ, സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ച് തർക്കമല്ലേ, അല്ലാതെ ആ മുന്നണി ഇല്ലാതായിട്ടില്ലല്ലോ. ഈ മുന്നണി ഇവരൊക്കെ ഇരുന്നുണ്ടാക്കിയ മുന്നണിയാണല്ലോ. അജിംസ്, എനിക്ക് ഒരു പോയിന്റ് പറയാനുണ്ട്. ആനന്ദ് പ്ലീസ്. അല്ല അജിംസ്, നമ്മൾ എത്ര നാളായിട്ട് ഇന്ത്യ മുന്നണിയുടെ കാര്യം ചർച്ച ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും പറയാറില്ല, ഈ കഴിഞ്ഞ തവണ BJPക്ക് ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 2014 BJPക്ക് 31% കിട്ടിയുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ ഒത്തിരി ചർച്ച നടത്തി. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ശ്രീ സമ്പത്ത് പറഞ്ഞതിനേക്കാൾ ഇത്തിരി കുറവാണ്, എങ്കിലും 37% BJPക്ക് കിട്ടി. NDAയുടെ കൂടെ എല്ലാ പാർട്ടികളെ കൂടെ കൂട്ടുമ്പോൾ 45%-ഓളം വോട്ട് BJPക്കാണ് കിട്ടിയത്, NDAക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ 100 സീറ്റിൽ എങ്കിലും BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഒരു 100 സീറ്റെങ്കിലും അവരുടെ കുറയ്ക്കാൻ പറ്റിയാൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുള്ളത്. അതൊരു ഫൈറ്റിംഗ് ചാൻസ് ആണ്. അതായത് ചെറിയൊരു സാധ്യത മാത്രമാണ് നിതീഷ് കുമാർ കൂടിയുള്ളപ്പോൾ പോലും ഇന്ത്യ മുന്നണിക്കുള്ളത്. ആ സാധ്യത പോലും അത് ബീഹാറിലെ ആ സീറ്റുകൾ അത്ര എണ്ണം കുറയുമ്പോൾ അത് അത്രമാത്രം ആ സാധ്യതകൾ ചുരുങ്ങുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്കും ഇന്ത്യ മുന്നണി ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ അതിന് സാധ്യതകൾ ഞാൻ കാണാത്തപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ BJPയുടെ പ്രതിനിധി പറഞ്ഞു IUMLന്റെ മതേതരം. അദ്ദേഹത്തിന് ഒരു ഉദാഹരണം കാണിക്കണം. IUMLന്റെ മതേതരം കൊന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഗ്രാം സെൻസിൽ 2 കുട്ടികളും കത്തിച്ചത് കാറ്, അത് നിങ്ങളൊരു മുന്നണിയല്ലേ? നിങ്ങൾ എന്തായാലും നിതീഷ് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പായിട്ടില്ല. പക്ഷേ അതിനു മുമ്പേ അതൊരു ഹിയർസേ, ഒരു കേട്ടുകേൾവിയായി തന്നെ നിലനിൽക്കുകയാണെങ്കിൽ പോലും അത് ഒരു ഭീഷണിയായി ഇന്ത്യ മുന്നണിക്ക് മുമ്പിലുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ നിശ്ചയ ക്ഷമ ശ്രീ വിഷ്ണു, സമ്പത്ത്, ആനന്ദ് ഇത്രയും സംസാരിച്ചതിന് ഇടവേള.